ബീഹാറിൽ 5 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിയും ബി.ജെ.പി സ്ഥാനാർത്ഥിയുമായ ഗിരിരാജ് സിംഗും CPI സ്ഥാനാർത്ഥി അവധേഷ് കുമാർ റായും തമ്മിൽ ഏറ്റുമുട്ടുന്ന ബെഗുസരായ് മണ്ഡലമാണ് ശ്രദ്ധാകേന്ദ്രം. കഴിഞ്ഞ 3 ഘട്ടങ്ങളിലും 60% താഴെയാണ് ബീഹാറിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിവരങ്ങളുമായി ബീഹാറിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് ചേരുകയാണ്. സിബി, ആദ്യ മണിക്കൂറുകൾ പിന്നിടുകയാണ് ബീഹാറിലെ വോട്ടെടുപ്പ്. നിരവധി വിഷയങ്ങൾ ബീഹാറിൽ ഉയർന്നു വന്നത് സിബി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ 60% താഴെയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇത്തവണ പോളിംഗ് ശതമാനം ഉയരാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് ആദ്യ മണിക്കൂറിലെ സാഹചര്യം? അഞ്ജന, എന്തായാലും ബീഹാറിൽ ഈ ഒരു നാലാം ഘട്ടത്തിൽ 5 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ഏതായാലും 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. ഇപ്പോൾ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു എത്ര ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയെന്ന ഔദ്യോഗിക കണക്കുകൾ ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ല. 9 മണിക്ക് ശേഷമായിരിക്കും പുറത്തുവിടുക. എന്തായാലും ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് പോളിംഗ് ബൂത്തിൽ നിന്നും ദൃശ്യമാവുന്നത് വലിയ രീതിയിലൊരു ജനപങ്കാളിത്തം, അല്ലെങ്കിൽ വോട്ടെടുപ്പിനായി ജനങ്ങളുടെ ഒരു വലിയ ക്യൂ പോളിംഗ് ബൂത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബെഗുസരായ് മണ്ഡലത്തിലെ പിപ്ര ദേവസ് എന്ന ഒരു ഇടത്താണ്. അവിടുത്തെ ബൂത്തിലാണ്. നമുക്കറിയാം, ഈ ഒരു 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ ബീഹാറിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ടം നടക്കുന്ന ശ്രദ്ധേയമായ മണ്ഡലം ബെഗുസരായ് തന്നെയാണ്. ഇവിടെ BJPയും ഇടതുപക്ഷവും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലം എന്ന രീതിയിൽ ഏറെ പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ഇടതുപക്ഷത്തിന് വേണ്ടി കനയ്യ കുമാരെല്ലാം മത്സരിച്ച ഒരു ഇടം കൂടിയാണ്. എന്തായാലും ഇത്തവണ ഏറെ ശ്രദ്ധേയമായതും അത് തന്നെയാണ്. മാത്രമല്ല, BJPയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി കൂടിയായ ഗിരിരാജ് സിംഗ് ആണ്. ഗിരിരാജ് സിംഗും അതുപോലെ തന്നെ CPIയുടെ അവധേഷ് കുമാർ റായുമാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇവർ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു മണ്ഡലം കൂടിയാണ് ഈ ഒരു ബീഹാറിലെ ബെഗുസരായ് മണ്ഡലം. ഈ 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകുന്നു അതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല, അതോടൊപ്പം തന്നെ ഗർഭംഗ, ഉജ്ജിയാർപൂർ, സമസ്തിപൂർ, മുൻഗർ എന്നിങ്ങനെ മറ്റ് 4 മണ്ഡലങ്ങളിൽ കൂടി ഇപ്പോൾ ഇന്ന് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും വലിയ തിരക്ക് ഈ ആദ്യഘട്ടത്തിൽ നമുക്ക് പറയാം. നമ്മൾ ഇതിനു മുൻപ് 7 മണിക്ക് നമ്മൾ രാജാപാറയിലെ മറ്റൊരു പോളിംഗ് ബൂത്തിലായിരുന്നു. അവിടെയും വലിയ നീണ്ട ക്യൂ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. സമാനമായി തന്നെ ഇപ്പോൾ പിപ്ര ദേവസ എന്ന ഒരു പോളിംഗ് ബൂത്തിലും സമാനമായ രീതിയിൽ തന്നെ വലിയ സ്ത്രീകളുടെ അടക്കം തന്നെ വലിയ നീണ്ട നിര നമുക്ക് കാണാൻ കഴിയും. എന്തായാലും രാവിലെ തന്നെ വോട്ടുകൾ രേഖപ്പെടുത്താനുള്ള ഒരു തിരക്കിൽ തന്നെയാണ് വോട്ടർമാരുള്ളത്. പക്ഷേ കഴിഞ്ഞ 3 ഘട്ടങ്ങളിലെ ഈ വോട്ടെടുപ്പ് അല്ലെങ്കിൽ പോളിംഗ് ശതമാനം നമ്മൾ പരിശോധിക്കുമ്പോൾ 60% താഴെ മാത്രമായിരുന്നു ബീഹാറിൽ വോട്ടെടുപ്പ് അല്ലെങ്കിൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്. ഒന്നാം ഘട്ടത്തിൽ 48% പോളിംഗാണ് രേഖപ്പെടുത്തിയെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ അത് 58%. മൂന്നാം ഘട്ടത്തിൽ 59.1% പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. അങ്ങനെ 60% താഴെ മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഇത്തവണ ഈ 4ാം ഘട്ടത്തിൽ പോളിംഗ് ശതമാനം കൂടുമെന്നൊരു കണക്കൂട്ടിലാണ് എല്ലാ മുന്നണികളും ഉള്ളത്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ബെഗുസരായ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി ഗിരിരാജ് സിംഗ് അദ്ദേഹം വോട്ട് ചെയ്തു. അദ്ദേഹം ലഖീസാരിയിലെ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. രാവിലെ തന്നെ മറ്റുള്ള സ്ഥാനാർത്ഥികളെല്ലാം തന്നെയും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം, നിതീഷ് കുമാർ സർക്കാരിനെതിരെ വളരെ വലിയൊരു ഭരണവിരുദ്ധ വികാരം ബീഹാറിൽ പൊതുവെ ഉണ്ട് എന്ന് പറയേണ്ടി വരും. നമുക്ക് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ ബീഹാറിലുണ്ടായിരുന്നു. ബീഹാറിലൊരു ഗ്രൗണ്ട് ലെവലിൽ നമുക്ക് നോക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കർഷകർ, അതോടൊപ്പം തന്നെ കന്നുകാലി വളർത്തൽ യാദവ സമുദായങ്ങളെല്ലാം തന്നെയും ഉള്ളൊരു മേഖലയാണ്. പ്രത്യേകിച്ച് ജാതി രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ. അതുകൊണ്ട് തന്നെ ഒരു ജാതി സമുദായങ്ങളുടെ എല്ലാം തന്നെയും പരിഗണനയും അവരുടെ അവഗണനയും എല്ലാം തന്നെയും ഈ വോട്ടിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ വികസനവും ഏറെക്കുറെ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലം കൂടിയാണ്. പ്രത്യേകിച്ച് റോഡുകളുടെ ശോചനീയാവസ്ഥയെല്ലാം തന്നെയും ഉൾനാടൻ ഗ്രാമങ്ങളെല്ലാം തന്നെയും ഇനിയും വികസനം ഒട്ടും ചെന്ന് പെടാത്ത നിരവധി മേഖലകളുണ്ട്. അതിപിന്നോക്ക വിഭാഗമുണ്ട്. ഏകദേശം 70%-ലധികം പേരും OBC അല്ലെങ്കിൽ അതിപിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവരാണ് ബീഹാർ. പ്രത്യേകിച്ച് നമുക്കറിയാം, ജാതി സെൻസസ് എല്ലാം തന്നെയും നിതീഷ് കുമാർ ഇത്തരത്തിൽ ഈ മഹാസഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ജാതി സെൻസസ് എല്ലാം തന്നെ നടപ്പാക്കിയിരുന്നു. അങ്ങനെ 60%-ലധികം പേരും അതിപിന്നോക്ക വിഭാഗമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെയും വളരെ വലിയ രീതിയിൽ ഈ BJP സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അവസാന നിമിഷം നിതീഷ് കുമാറിനെ സ്വന്തം പാളയത്തിലേക്ക് ഇത്തരത്തിൽ നരേന്ദ്രമോദി എത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും ഇവിടെ RJDയും കോൺഗ്രസും CPIMും CPMും CPIML എല്ലാം തന്നെയും ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഇതെല്ലാം തന്നെയും.
ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇതിൽ ഇന്നിപ്പോൾ 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഈ ഒരു പോളിംഗ് പുരോഗമിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ന് ബെഗുസറായ് മണ്ഡലത്തിലെ പോരാട്ടം ഏറെ ശ്രദ്ധേയമാകുന്നു. ആ ബെഗുസറായ് മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോഴും വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 7 മണിക്ക് തുടങ്ങിയ വോട്ടെടുപ്പാണ്. ഇതുവരെയും പൊതുവെ സമാധാനപരമായ ഒരു വോട്ടെടുപ്പാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ നീണ്ട ക്യൂ നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ 4ാം ഘട്ടത്തിൽ ഒരുപക്ഷെ പോളിംഗ് ശതമാനം അല്പം കൂടെ ഒരു മെച്ചപ്പെടുമെന്നൊരു പ്രതീക്ഷയാണ് എല്ലാ മുന്നണികൾക്കും ഉള്ളത്. പ്രത്യേകിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ വോട്ടർമാരെ എത്തിക്കാനൊരു നീക്കം നടത്തുന്നുണ്ട്. പക്ഷേ നമുക്ക് കേരളത്തിലടക്കം കാണുന്ന പോലെ വലിയ രീതിയിലൊരു ഇലക്ഷൻ പ്രചരണമോ അല്ലെങ്കിൽ കുട്ടിക്കലാശമോ അതോടൊപ്പം തന്നെ ഈ ഇലക്ഷൻ ക്യാമ്പയിനോ പോസ്റ്റർ പ്രചരണമോ തന്നെയും നമുക്ക് ബീഹാറിൽ ഒരിടത്തും കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും വോട്ടർമാർ ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പുറത്ത് സാധാരണ ഇലക്ഷൻ ബൂത്തുകളെല്ലാം തന്നെ ഉണ്ടാവാറുണ്ട്. അതൊന്നും തന്നെ നമുക്കിവിടെ കാണാൻ കഴിയില്ല. എന്തായാലും നോർത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ പൊതുവേ നമ്മുടെ കേരളത്തിലെ പോലെ ഒരു ഉത്സവം പോലെ അല്ല വോട്ടെടുപ്പ് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 4ാം ഘട്ടത്തിൽ ഒരു ഭേദപ്പെട്ട പോളിംഗ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. ഇപ്പോഴും പോളിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അഞ്ജന, ഏതായാലും ബീഹാറിലെ 5 മണ്ഡലങ്ങൾ വിധി എഴുതുകയാണ്. സിബി ജോസഫാണ് ബീഹാറിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. സിബിക്ക് പിന്നിൽ കണ്ടത് വലിയൊരു നീണ്ട നിര തന്നെയാണ്. ഈ ഒരു നീണ്ട നിര തന്നെയാണ് ഇത്തവണ പോളിംഗ് ശതമാനം വർദ്ധിക്കും എന്ന വലിയൊരു പ്രതീക്ഷ കൂടി നൽകുന്നുണ്ട്.